വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം വിച്ചു ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് തമ്മിൽ കണ്ട പോലെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്ന ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് എങ്ങനെ നമുക്ക് തുടങ്ങാം, ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇതിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വാട്സപ്പിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നമുക്കൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുക, ഞങ്ങൾക്ക് ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് അറിയുന്നില്ല, പറഞ്ഞു തരാൻ അങ്ങനെ അറിയുന്ന ആരും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു തരാൻ ആരും ഇല്ലാത്തവർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഓരോ ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ നമുക്കൊരു ഒറ്റ വീഡിയോ ആക്കിയിട്ട് നമുക്കിത് പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ 2025 ആയതിനു ശേഷം ഒരുപാട് യൂട്യൂബിൽ പുതിയ എൻട്രികളൊക്കെ വരുന്നുണ്ട്. 2025 ആയല്ലോ, പുതിയ ഇതായല്ലോ. അപ്പോൾ ഒരുപാട് പേര് പുതിയ ജോയിൻ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് ഒരു വീഡിയോ അല്ലെ ഒരു ചാനൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നമുക്ക് കറക്റ്റായി നോക്കാം. ഒരുപാട് പേര് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത്ര ഒരു പ്രോപ്പർ ആയിട്ടല്ല, ഒരു തട്ടിക്കൂട്ട് പോലെ ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പലരുടെയും ചാനലൊക്കെ നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാലായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ കറക്റ്റായിട്ട് എങ്ങനെയാണ് എല്ലാം എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് പ്രോപ്പറായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഒരു ജിമെയിൽ ID. ഒരു ജിമെയിൽ അക്കൗണ്ട് നമുക്ക് എന്തായാലും വേണം. പിന്നെ ഒരു യൂട്യൂബൊക്കെ തുടങ്ങാൻ പോവല്ലേ, നിങ്ങൾ ഒരിക്കലും പഴയ ജിമെയിൽ ID വെച്ചിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പാടില്ല. കാരണം പഴയ ജിമെയിൽ ID എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിയുള്ള ഈ മെയിലുകളും കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പറായിട്ട് എവിടെയൊക്കെയാണ് കൊടുത്തിരിക്കുന്ന, ഓഫീസിൽ കൊടുത്തതായിരിക്കും, അങ്ങനെ പലയിടയും നമ്മൾ കൊടുത്ത ജിമെയിൽ ID ആയിരിക്കും. നമുക്ക് യൂട്യൂബിൻ്റെ ആയിട്ട് സെപ്പറേറ്റ് ഒരു ജിമെയിൽ ID വേണം. അപ്പോൾ നമ്മൾ എന്തായാലും ജിമെയിൽ ID എടുക്കുമ്പോൾ ഒരു പുതിയൊരു ജിമെയിൽ ID എടുത്തു. എന്തായാലും പുതിയൊരു ചാനൽ തുടങ്ങല്ലേ, അപ്പോൾ ഒരു പുതിയൊരു ജിമെയിൽ ID ഇരുന്നോട്ടെ. അപ്പോൾ ആ പുതിയൊരു ജിമെയിൽ ID എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, കാരണം എന്തിനത് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് ഇപ്പം നമ്മൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് കയറി ഒരു ചാനലൊക്കെ ഒരുവിധം ഒന്ന് ഓക്കെ ആയി വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളും പിന്നെ നമ്മുടെ കമൻസും കാര്യങ്ങളും അങ്ങനെയെല്ലാം നമ്മുടെ മെയിലായിട്ടായിരിക്കും കാണിക്കുക. അപ്പം നിങ്ങളുടെ പേഴ്സണൽ മെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും, പല മെയിലും കാണാതെ തന്നെ നിങ്ങൾ പോയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ ആയിട്ട് തന്നെ നമുക്കൊരു മെയിൽ ID വേണം. അപ്പോൾ നമുക്കത് അങ്ങനെ ജിമെയിൽ ID ആദ്യം ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം യൂട്യൂബ് ചാനൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. പ്ലേ സ്റ്റോറിന് മുകളിൽ റൈറ്റ് സൈഡിൽ ഒരു നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഒരു ഡൗൺ ബട്ടൺ ഉണ്ട് റൈറ്റ് സൈഡിൽ, അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ ആഡ് അനദർ അക്കൗണ്ട്, അതിനുശേഷം ഗൂഗിൾ, കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഫോർ മൈ പേഴ്സണൽ യൂസ് അത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നെയിം, സർനെയിം ഉണ്ട്, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പേര് ഒരു അമൽ രാജ് എന്ന് നമുക്ക് കൊടുക്കാം. ഇത് ഞാനൊരു ടെമ്പററി ആയിട്ടാണല്ലോ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഒരു ഈ ജിമെയിൽ ID വേണ്ടത് അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ്, പിന്നെ നമ്മുടെ ബേസിക് ഇൻഫർമേഷൻ കൊടുക്കുക. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ഒരു ഡേ 5 കൊടുക്കാം. പിന്നെ സെപ്റ്റംബർ, ഇയർ 2000, ജെൻഡർ മെയിൽ, അത് നിങ്ങളുടെ ഒരു ഇതിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ എന്താണ് കൊടുക്കുന്നത്, ഇപ്പോൾ ആണാണെങ്കിൽ ആണ്, അങ്ങനെയാണെങ്കിൽ കേട്ടോ. പിന്നെ നിങ്ങൾ ജിമെയിൽ ID ക്രിയേറ്റ് ചെയ്ത, അപ്പോൾ അമൽ രാജ് 212. അപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ട് ഇങ്ങനെ വർക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അഡീഷൻ വേറെ നമ്പേഴ്സ് എന്നെങ്കിലും കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഓൾറെഡി ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. $416, 838. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഇമെയിൽ ID ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പിന്നെ അത് ഗൂഗിളിൽ സേവ് കൊടുക്കുക. സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ പ്രൈവസി ആൻഡ് ടേംസ് ആണ്,
അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വായിച്ച് നോക്കാം. ഇപ്പോൾ വായിച്ച് നോക്കിയാലും ഇല്ലെങ്കിലും നമ്മളത് എഗ്രി തന്നെ ചെയ്യണം. അപ്പോൾ നമുക്കിനി ലാസ്റ്റായി എഗ്രി. ഇനി ബാക്ക് അടിക്കുക. വീണ്ടും നമ്മുടെ പ്രൊഫൈലിൽ പോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അമൽരാജ് എന്ന് പറഞ്ഞ ഒരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ നോക്കിയാൽ അങ്ങനെ കാണാൻ പറ്റും. നമുക്കിനി ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ സാധാരണ അക്കൗണ്ട് ഉണ്ടാവില്ല, സ്വിച്ച് അക്കൗണ്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അമൽരാജ് എന്ന് പറഞ്ഞ അക്കൗണ്ട് ഉണ്ടാവും, ആ അക്കൗണ്ട് ഓപ്പൺ ആക്കുക. അപ്പോൾ അതൊരു അക്കൗണ്ടാണ്, ചാനലായിട്ടില്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് എ ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ കൊടുക്കുക. അതിൽ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം, അത് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഞാൻ ഒരു ടെമ്പററി ആയിട്ട് കാണിച്ചു തരുന്നത്, നിങ്ങൾക്കത് പെർഫെക്റ്റ് ആയിട്ടുള്ള കൊടുക്കാം. പിന്നെ നമ്മുടെ നെയിം അമൽരാജ് തന്നെയാണ്, ഓക്കെ. പിന്നെ ഈ ക്രിയേറ്റ് ചാനൽ കൊടുക്കുക. ഹാൻഡിൽ നെയിം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങൾക്ക് ഓപ്ഷനിലായിട്ട് മാറ്റണമെങ്കിൽ മാറ്റാം. ഇപ്പോൾ നമ്മുടെ അമൽരാജ് എന്നുള്ളൊരു ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ, വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ആ ഇൻ്റർഫേസിൽ കാണുന്നത് അത് നമ്മളെന്തെങ്കിലും സെർച്ച് ചെയ്യാത്തതുകൊണ്ടാണ്. ഏതെങ്കിലും സെർച്ച് ചെയ്ത് ഓക്കെ ആവും. നമുക്ക് MJ ഡേഞ്ചറസ് ഓക്കെ നമ്മൾ കൊടുത്തിട്ട് അപ്പോൾ ഓക്കെ, നമ്മൾ സെർച്ച് വന്നപ്പോൾ മറ്റേത് ക്ലിയർ ആയി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, അതിൻ്റെ കാര്യങ്ങൾ അബൌട്ട് ദിസ് ചാനൽ, പിന്നെ പ്രൊഫൈൽ പിക്ചർ കാര്യങ്ങൾ ബാക്കിയൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. എല്ലാവരും ക്രിയേറ്റ് ചെയ്ത് നോക്കുക. കാരണം എല്ലാവർക്കും യൂട്യൂബിൽ വിജയിക്കണം ആഗ്രഹമുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ വിജയിച്ച് വരട്ടെ. പിന്നെ ഒരു കാര്യം, ഇത് ഒരിക്കലും നാളത്തേക്ക് മാറ്റി വെക്കരുത്. കൈയോടെ ഇന്ന് തന്നെ ചെയ്യുക. കാരണം ഇന്ന് തന്നെ ചെയ്താലാണ് കാര്യം നടക്കും. നാളത്തേക്ക് മാറ്റി വെച്ച പലതും നമ്മൾ ചെയ്യാണ്ട് ഒരുപാട് പോയിട്ടുണ്ട്. കൈയോടെ തന്നെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യാൻ വിചാരിക്കുന്നവർ എന്തായാലും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നു.